വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പൊറോട്ട എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ അതിന് ആവശ്യമായിട്ടുള്ളത് ഒരു പാത്രം എടുത്തിട്ട് അതിലോട്ട് എഗ്ഗ് പൊട്ടിച്ച് പാരുക, എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് വെള്ളം ഒഴിച്ചിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് നന്നായി അതൊന്ന് കുഴച്ചെടുക്കണം. നല്ല കുഴച്ചെടുക്കണം. എന്നിട്ട് നല്ല സോഫ്റ്റ് പോലെ ആവണം. കുഴച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ തേച്ചിട്ട് ഒന്ന് സെറ്റാക്കി വെക്കണം. ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. എന്നിട്ട് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഒരു പാത്രത്തിൽ ഓയിൽ എടുക്കുക. എന്നിട്ട് ആ മാവ് എടുത്തിട്ട് ഇതേപോലെ റോൾ ചെയ്തിട്ട് വെക്കുക. എന്നിട്ട് വീണ്ടും അതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എങ്കിലേ നല്ല ക്രിസ്പി പോലെ ആവുള്ളൂ. അങ്ങനെ എല്ലതും റോള് ചെയ്ത് വെച്ചു. 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലതും ചെയ്ത് വെച്ചു. ഒരു 15 മിനിറ്റിന് ശേഷം വീണ്ടും നമ്മളതെടുത്തിട്ട് ഓരോ റോൾ എടുത്തിട്ട് ഇതേപോലെ പരത്തിയെടുക്കണം. ഓയിൽ തേച്ചിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് അത് ഇതേപോലെ കയറിയതിന് ശേഷം അത് ഫുള്ളായിട്ടൊന്ന് റോൾ ചെയ്ത് വെക്കണം. അപ്പോൾ അങ്ങനെ എല്ലതും ഇതേപോലെ അടിച്ചിട്ട് റോൾ ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വീണ്ടും കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റൊക്കെ ആയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് അതൊന്ന് പരത്തിയെടുക്കുക. നന്നായിട്ട് അതൊന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ വലിയ പൊറോട്ട ആയി കിട്ടും. എന്നിട്ട് അതൊരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചുട്ടെടുക്കുക. അങ്ങനെ ഇതാ 2 ഫ്രൈ പാനിൽ വെച്ചിട്ടാണ് ചുട്ടെടുക്കുന്നത്. അങ്ങനെ ഇതായതിന് ശേഷം അതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് വെന്തതിന് ശേഷം അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ മറിച്ചിട്ടതിന് ശേഷം നമ്മളതൊന്ന് അടിച്ചെടുക്കണം. അടിച്ചതിന് ശേഷം അത് ചൂടാറാത്ത പാത്രത്തിൽ ഇട്ട് വെക്കുക. അങ്ങനെ എല്ലാതും ചുട്ടതിന് ശേഷം പിന്നെ അത് ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ എല്ലാതും അടിച്ചെടുത്തിട്ട് നമ്മൾ ചൂടാറാത്ത പാത്രത്തിൽ തന്നെ വീണ്ടും അത് ഇട്ട് വെക്കണം. പിന്നെ അതിലോട്ട് ഈ പൊറോട്ടയ്ക്ക് ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കറിയും പിന്നെ ഓംപ്ലേറ്റുമാണ്. ഓംപ്ലേറ്റും ചിക്കൻ കറിയും പൊറോട്ടയും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പൊറോട്ട. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നത് എല്ലാവർക്കും ബൈ ബൈ.